വല്ലപ്പോഴും മാത്രം നമ്മൾ തേടി വരുന്ന ഓർഡറാണല്ലേ ഹൗസ് വാമിങ്ങിൻ്റെ കേക്കൊക്കെ. അപ്പോൾ ഞാനും ഇതങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ മോഡൽ അയച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ അധികം മോഡൽസ് ഒന്നും എനിക്ക് അങ്ങനെ ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ട കുറച്ച് മോഡൽസ് അങ്ങനെ അയച്ചു കൊടുത്തിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്ത മോഡലായിരുന്നത്. അപ്പോൾ 4 കിലോ വരുന്ന സ്പാനിഷ് ഡിലൈറ്റ് കേക്കായിരുന്നു കേട്ടോ അത്. പിന്നെ നമുക്കുണ്ടായിരുന്നത് ഒരു വെഡ്ഡിങ് കേക്കായിരുന്നു, റെഡ് വെൽവെറ്റ് കേക്കായിരുന്നത്. അപ്പോൾ അവർ പ്രത്യേകിച്ച് ഡിസൈനൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗോൾഡൻ ട്രിപ്പ് കൊടുത്താൽ മതി, പിന്നെ ഒരു ടോപ്പറും വെച്ചാൽ മതി, ഫ്ലവറൊന്നും വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ സ്റ്റേജിൽ നിന്ന് ഫ്ലവറൊക്കെ അടുത്തെടുത്തിട്ട് അതിൽ വെച്ചെന്ന് തോന്നുന്നുണ്ട്, അങ്ങനെയാണ് പറഞ്ഞത് ആ കസ്റ്റമർ. പക്ഷേ നമുക്ക് ഫോട്ടോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അടുത്തത് ഒരു ബ്രെഡ് ജുബയുടെ കേക്കായിരുന്നു. പ്രത്യേകിച്ച് ഡിസൈനും കാര്യങ്ങളൊന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഏതെങ്കിലും ഒരു പേസ്റ്റൽ ഷെയ്ഡ് ചെയ്തിട്ട് അതിൽ ബ്രെഡ് ജുബയുടെ ടോപ്പർ വെച്ചോ, പിന്നെ ബാക്കിയൊക്കെ എൻ്റെ ഇഷ്ടത്തിന് വിട്ടാന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലവർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്താണ് ഈ ഒരു ടോപ്പർ കാണുന്നത്. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് ഫോട്ടോ വിട്ട് കൊടുത്തിട്ട് അത് വെക്കട്ടെ എന്ന് ചോദിച്ചിട്ട്, അപ്പോൾ കുഴപ്പമില്ല വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മളൊരു ഫ്ലവറും പിന്നെ കുറച്ച് ജിപ്സം ഫ്ലവറൊക്കെ കൊടുത്തു, പിന്നെ ആ ടോപ്പറും പിന്നെ ബ്രെഡ് ജുബയുടെ ടോപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു കേക്കും കംപ്ലീറ്റ്